ചെവളയുമായുള്ള കൂട്ടുകെട്ടിൽ നിന്നും പിന്മാറാൻ സജിയോട് പ്രമീള പറയുന്നു. മിണ്ടരുത്. നീ ഏതോ വലിയ കുഴപ്പത്തിലേക്കാ പോകുന്നത്. ഇനി ഒരിക്കൽ കൂടി ചെവള മണ്ടനായി തിരിച്ചു പോവില്ല. അർച്ചനയെ അന്വേഷിച്ച് ചെവള അമ്പാടി വീട്ടിലെത്തുന്നു. നീ അവളെ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തന്നില്ലെങ്കിൽ ആലീസ് എന്ന പേരിൽ റോസ്ലി ബംഗ്ലാവിലെത്തിയ അർച്ചന സ്വന്തം കുഞ്ഞിനെ കാണുന്നു. അർച്ചനയോട് സ്വയം നിയന്ത്രിക്കാൻ സ്നേഹ ആവശ്യപ്പെടുന്നു. രാത്രി മഴ തുടരുന്നു. കരയണ്ടാട്ടോ. ഇത് കണ്ടോ? എന്താ ഇത്? എന്തൊരു കരച്ചിലായത് നിരഞ്ജനെ. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് ഉണർന്ന് ഇതേ കരച്ചിലായിരുന്നു. എന്റെ ടെൻഷൻ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ആലീസ് മോനെ എടുത്തപ്പോ അവന്റെ കരച്ചില് കുറച്ചൊന്ന് അടങ്ങിയതാ. കുഞ്ഞുങ്ങളെ എടുക്കുന്നതിൽ കാര്യമുണ്ട്. അമ്മയെ അതുതന്നെയാ പറഞ്ഞത്. അവന് കംഫർട്ട് ആവുന്ന രീതിയിൽ എടുക്കാൻ ശ്രുതിക്കറിയാം. നമ്മൾ എടുക്കുന്നതിന്റെ സുഖക്കുറവാ അവൻ കാണിക്കുന്നത്. ഈ കരച്ചിലൊന്ന് നിർത്താൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓ മോനെ കരയാതടാ. ആലിസ് ഡ്രസ് ചേഞ്ച് ചെയ്തില്ലേ? പിന്നീടാവട്ടെ മാഡം. മോനെ ഇങ്ങ് തന്നാ ഞാൻ കൊണ്ടു നടന്ന് കരച്ചിലടക്കാൻ പറ്റുമോ നോക്കാം. എടുത്തോ. ആ കരയില്ലൂടാ. ഓ ഓ ഓ ഓ എന്തിനോ കരയുന്നെ? ഓ വയറ് വിശക്കുന്നൂടാ. ഓ ഓ ഓ കുപ്പിപ്പാല് മുറിയിലുണ്ട്. പറ്റുമെങ്കിൽ കൊണ്ടു നടന്ന് ആലിസ് കൊടുക്ക്. ശരി. ഓ ഓ ഓ ഓ കരയില്ലടാ മോന്. ആലീസ് അമ്മ പാല് തരാട്ടോ. അത് കൊള്ളാലോ, ആലീസ് അമ്മ. അവൾക്ക് കുഞ്ഞിനെ എടുക്കാൻ അറിയാം. ഏതോ വീട്ടിൽ നിന്ന് വിവരം ഫൈസി നിന്നോട് പറഞ്ഞില്ലായിരുന്നു? ഇത്ര ചെറുപ്പമാണെന്ന് കരുതിയില്ല. കാണാനും സുന്ദരി. ആലീസിനെ കണ്ടപ്പോ എന്താണെന്നറിയില്ല, മനസ്സിനൊരു സമാധാനമായി. അവളുടെ അപ്പച്ചനൊരു രോഗിയാ. മോളെ വീട്ടുജോലിക്ക് അയക്കുന്നതിൽ വിഷമമുണ്ട്. വേറെ നിവൃത്തിയൊന്നും ഇല്ലാഞ്ഞിട്ടാ. ആ നാട്ടിലൊരു ജോലി കിട്ടാനും പ്രയാസോ. നീ അവളെ ഒരു സർവന്റായി കാണരുത്. ഇനി ഞാൻ നിന്നോടൊരു സത്യം പറയാം. അവളെ ഡിഗ്രി പാസ്സായിട്ടുണ്ട്. എന്നിട്ടാണോ വീട്ടുജോലിക്ക് വന്നത്? അതിനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ. 3000 രൂപയ്ക്ക് ഏതോ തുണിക്കടയിൽ നിന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു കുടുംബം പോറ്റാൻ പറ്റൂ. ഫൈസിക്കും അത് അറിയില്ലായിരുന്നു. വരുന്ന വഴിക്കാ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയത്. നീ അത് അറിഞ്ഞതായി അവളോട് ഭാവിക്കരുത്. ഇല്ല, ആ വിവരം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബന്ധുക്കളിൽ ഒരാളെ പോലെ നീ അവളോട് പെരുമാറണം. പിന്നെ ആലിസിനെ ഇവിടെ എത്തിച്ചതിന് നന്ദിയുണ്ട് സ്നേഹേ. എന്റെ മോനെ കാണാതെ അമ്മ അനുഭവിച്ച സങ്കടം എന്താണെന്നറിയോ മോന്? മോൻ പാലിന് വേണ്ടി കരയുമ്പോഴൊക്കെ അമ്മ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മള് 2 വഴിക്കായി പോയില്ല. അച്ഛന്റെ കയ്യിലെ മോൻ വന്നെത്തിയതെന്നറിഞ്ഞപ്പോ അമ്മ എന്തുമാത്രം സന്തോഷിച്ചു. ഇനി എന്റെ മോന് അച്ഛനില്ലാന്ന് ആരും പറയില്ല. ഇനി അച്ഛൻ വരുന്നത് വരെ എന്റെ മോന്റെ കൂടെ അമ്മയുണ്ടാവും. അമ്മ ഇനി മോനെ വിട്ടെങ്ങും പോവില്ല കേട്ടോ. അമ്മയുടെ മോൻ പാല് കുടിച്ചു. എന്നാ നമുക്കിറങ്ങാം സ്നേഹ. ഞാൻ ആലീസിനോടൊന്ന് പറഞ്ഞിട്ട് വരാം.
മോളെ കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് രാവിലെ പോയാൽ മതിയായിരുന്നു അല്ലേ? അവളെയും കൂട്ടി വന്നിരുന്നെങ്കിലും ഉടനെ പോണമായിരുന്നു. എനിക്ക് നാളെ ഡ്യൂട്ടിക്ക് കയറിയേ പറ്റൂ. ഓക്കെ, വേറൊരു ദിവസം ഞങ്ങൾ വീണ്ടും വരാം. വരണം. നിരഞ്ജനയുടെ വീട്ടിൽ നിന്നോ ആരും വരുന്നില്ല. ഇവള് ബന്ധുക്കളായിട്ട് കാണുന്നത് നിങ്ങളെ രണ്ടുപേരെയുവാ. ആലീസേ, ഞങ്ങൾ ഇറങ്ങുവാ. ഇതെന്ത് മാജിക്കാ? മോന്റെ കരച്ചിൽ ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ. അവള് ബാൽക്കണി കൊണ്ട് നടക്കുമായിരിക്കും. കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിവാ. എത്ര ദേഷ്യം പിടിച്ച് കരയുന്ന കുഞ്ഞിനെയും ഒരു നോട്ടം കണ്ട് ചിലര് ചിരിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ? ദേ, ആലീസിന് ആ കഴിവുണ്ട്. എനിക്കും എന്റെ മോൾക്കും ഇല്ലാത്തതും അതാ. ആ മോനെവിടെ? അവൻ ഉറങ്ങി. ഇത്ര പെട്ടെന്നോ? ഞാൻ മോനെ കൊണ്ടു നടന്ന് പാല് കൊടുത്തു. അപ്പൊ അങ്ങ് ഉറങ്ങി. ഓ, മനസ്സിപ്പോഴേ ഒന്ന് ശാന്തമായത്. അവന്റെ കാര്യം ഇനി ആലീസ് നോക്കിക്കോളും. ഇനി ഞങ്ങൾ നിന്ന് സമയം കളയുന്നില്ല. രാത്രി വിളിക്കുമ്പോ സുധിയോട് പറഞ്ഞേക്ക്. ഓ ശരി. എന്നാ ശരി ആലീസേ, സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിക്കോണം കേട്ടോ. ഞങ്ങൾ ഇറങ്ങാം. ശരി. പോട്ടെ. ഒരു പരീക്ഷണം അതിജീവിച്ചു. അർച്ചന ഉറക്കെ പൊട്ടിക്കരയുമെന്ന് ഞാൻ പലവട്ടം പേടിച്ചതാ. പാവം കുട്ടി, അവൾ എന്തൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചതാ. പക്ഷേ ഇപ്പൊ മനസ്സിനൊരു സുഖം തോന്നുന്നുണ്ട്. കുഞ്ഞിനെ കയ്യിൽ കിട്ടിയ ആ നിമിഷം ഫൈസി ഒന്ന് കണ്ടതായിരുന്നു. പല കേസുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് അവൾക്കൊപ്പം ഞാനും കരഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നി. അവള് നമുക്ക് തന്ന വാക്ക് പാലിക്കും. ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരാ സുധിയും അർച്ചനയും. ഒടുവിൽ വിധി ഒരു വീട്ടിൽ കൊണ്ട് എത്തിച്ചത് അർച്ചനയെയും നിരഞ്ജനയെയും. അകന്നു പോയത് സുധിയും. ഉത്തരം കിട്ടാത്ത കടങ്കഥ പോലെയാ ജീവിതം. അതിനൊരു ഉദാഹരണമായിട്ടാ ഞാൻ അർച്ചനയെ കാണുന്നത്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മനസ്സ് അർച്ചനയ്ക്കൊപ്പമാ. അർച്ചനയും സുധിയും ഒന്നാവേണ്ട ജന്മങ്ങളായിരുന്നു. ഇവിടുന്ന് ഇറങ്ങിയേ തീർന്നു അവക്ക് ഈ വീടുമായിട്ടുള്ള ബന്ധം. മുമ്പ് കാർത്തിയാനിയുടെ വീട്ടിലേക്ക് പോയപ്പോഴും ഇതുതന്നെയായിരുന്നു അവസ്ഥ. പ്രസവിക്കാൻ ആശുപത്രി ചെന്നിട്ട് പോലും ഒന്ന് വിളിച്ചില്ല. കാര്യം അറിയാതെ അമ്മ അച്ചുവെച്ചെ കുറ്റപ്പെടുത്തരുത്. നീ അതി കയറി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. രാവിലെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പെണ്ണ. ആ ഡോക്ടറുടെ വീട്ടിൽ ചെന്നിട്ടൊന്ന് വിളിക്കായിരുന്നല്ലോ. അതും പോട്ടെ, നേരെ ഇത്രയായി. അവിടെ ചെന്ന വിവരമെങ്കിലും ഒന്ന് അറിയിച്ചുകൂടെ? ഞാൻ 3-4 തവണ വിളിച്ചതാ. ഫോൺ എടുത്തിട്ട് വേണ്ടേ? തിരിച്ചൊന്ന് വിളിക്കാനും തോന്നിയില്ല. ഫോൺ സൈലന്റ് മോഡിലായിരുന്നു. അവരുടെ മുമ്പിൽ വെച്ച് ഫോണിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും. പിന്നെ എല്ലാരെയും പോലെ കൈ ഫോണും പിടിച്ച് നടക്കുന്ന ശീലം മുൻപ് അച്ചുവെച്ചിക്കില്ലല്ലോ. ഓ, എന്തു പറഞ്ഞാലും അവളെ ന്യായീകരിക്കാൻ വന്നോളൂ. അമ്മ ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഹിമ മാഡത്തിന്റെ കൂടെ അച്ചുവെച്ചി പോയത്. അവള് പറയുന്നതെല്ലാം വിശ്വസിക്കാനല്ലേ കഴിയൂ. അച്ചുവെച്ച് എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കത് ബോധ്യപ്പെട്ട കാര്യമാ. അച്ചുവെച്ചിക്ക് എന്താ ഒളിക്കാനുള്ളത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്കറിയാവുന്നത് എനിക്കും അറിയും. എല്ലാ കാര്യങ്ങളും ചേച്ചി നിന്നോട് പറയുന്ന എനിക്കറിയാം. സത്യത്തിൽ മൂന്നാറിലേക്കാണോ ചേച്ചി പോയത്? നീ വെറുതെ സംശയിക്കുന്നതാ. അച്ചുവെച്ച ജോലിക്ക് പോയത് മൂന്നാറിലേക്ക് തന്നെയാ. അവര് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. പിന്നെ ജോലി ചെയ്യുന്ന ടീ ഫാക്ടറിയുടെ പേര് അച്ചുവെച്ച അച്ഛനോട് പറയാത്തതാ. അതിനി പറയാനും പോകുന്നില്ല. നമ്മളിത് ചോദിക്കാനും പാടില്ല. കുറച്ചു കഴിഞ്ഞ് അച്ചുവെച്ച് വിളിക്കും. അവര് നേരെ മൂന്നാറിലേക്കല്ല പോകുന്നത്. പല സ്ഥലങ്ങളും കണ്ടിട്ട് രാത്രി അവിടെ എത്തും. രണ്ടും കൽപ്പിച്ച അവന്റെ വരവ്. അർച്ചന വന്ന വിവരം ഇത്ര കൃത്യമായിട്ട് അവൻ അങ്ങനെ അറിഞ്ഞെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. അർച്ചന ഇപ്പൊ എവിടെ ഉണ്ടെന്നുള്ള വിവരം നിങ്ങൾ ആരും പറയാതെ ചെവിൾ എന്തായാലും അറിയാൻ പോകുന്നില്ല. ആ ബുദ്ധി അവളും കാണിച്ചിട്ടുണ്ട്. ജോലി കിട്ടിയ കമ്പനി ഏതാണെന്ന് പറയാതെ അവളും പോയത്. അവന്റെ കാര്യത്തിൽ ഒരു കരുതൽ വേണം. ആ, നീ ചെല്ല്, നാളെ കാണാം. രായപ്പാ, ഒന്ന് പേടിച്ചു അല്ലേ രായപ്പാ?
നിനക്കിനി പേടിയുടെ ദിവസങ്ങളാ. നീ പോയില്ലല്ലേ? എവിടെ പോവാൻ? ഞാൻ പോകുന്നു നിന്നെ അറിയിച്ചിട്ടല്ലേ. ആ പെണ്ണ് എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. കുഞ്ഞിനെ നഷ്ടപ്പെട്ട് കുറച്ച് ദിവസം വീട്ടിൽ വന്ന് നിന്നെന്ന് പറഞ്ഞ നേരാ. ജോലി കിട്ടിപ്പോയ സ്ഥലമൊന്നും അവൾ ആരോടും പറഞ്ഞിട്ടില്ല. ഞാനത് ചോദിച്ചില്ലല്ലോ. ഞാൻ അവളെ ചോദിച്ചു വന്നത് ന്യായമില്ലാത്ത കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവളെ കാണിച്ച് ആദ്യം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി. പെണ്ണിനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാർത്തിയാനി കൊണ്ടുപോയപ്പോൾ ഞാൻ അവളുടെ കൂടെ കൂടി. ഇപ്പോൾ അവൾ നിങ്ങളുടെ കയ്യിലെത്തിയപ്പോൾ ഞാനിങ്ങോട്ട് പോന്നു. അവൾ ആരുടെ കയ്യിലാണോ അവിടെ നിൽക്കും ചെവള. കാർത്തിയാനിയുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റുപറ്റി. അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയോ? ഇല്ല. അർച്ചനെ അവൾ കൈമറിച്ചു എന്ന് കരുതി ഞാനാ അവളെ കൊണ്ടുപോയത്. എത്ര ചോദിച്ചിട്ടും എന്നെ ചതിച്ചില്ലെന്ന് ആണയിട്ട് അവൾ പറഞ്ഞു. ഞാനത് വിശ്വസിച്ചില്ല. സത്യം എന്താണെന്നറിയാതെ ഞാൻ അവളെ വിറ്റ് കാശ് വാങ്ങി. ഞാനിത് പറഞ്ഞത് തൻ്റെ മനസ്സിലൊരു ഓർമ്മപ്പെടുത്തലായിരിക്കാനാ. കാർത്തിയായനിയുടെ വിധി തൻ്റെ മക്കൾക്കുണ്ടാവരുത്. പെണ്ണ് കൈവിട്ടു പോയാ അവളെ കൊണ്ടുപോകുന്ന കാർത്തിയായനോട് ഞാൻ പറഞ്ഞതാ. എനിക്കതിൽ പശ്ചാത്താപമൊന്നുമില്ല. അവളുടെ പിടിപ്പേട് കൊണ്ടാ അർച്ചന ചാടിപ്പോയത്. എനിക്ക് നിങ്ങളോട് ദേഷ്യമോ വൈരാഗ്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം മക്കളെ കുരുതി കൊടുത്ത് അർച്ചനയെ രക്ഷിക്കല. നിങ്ങൾക്കതിന് കഴിയില്ലരായപ്പാ ഞാനിവിടെ എത്തുന്ന ദിവസമാണ് അർച്ചന ജോലിക്കെന്നും പറഞ്ഞു പോയത്. നിങ്ങളുടെ വീട്ടിൽ പറയാതെ അവൾക്ക് പോകാനാവില്ല. അവൾ എവിടെയുണ്ടെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. രാഘവ, അത് വേണ്ട. ഇനിയും കള്ളങ്ങൾ പറഞ്ഞ് എൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നോക്കണ്ട. അർച്ചന എവിടെയുണ്ടെന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കാനും പോകുന്നില്ല. ഇനി രായപ്പൻ അറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഞാനിവിടെ ഒരു വീടെടുത്ത് താമസിക്കാം. അർച്ചനയെ താൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾ പണിക്ക് വയ്ക്കൂ. അവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. മക്കൾ പോലും നിങ്ങളെ സംശയിക്കില്ല. കുറച്ച് ദിവസം ഞാൻ കാത്തിരിക്കും. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ പിന്നെ സംഭവിക്കുന്ന എന്താണെന്ന അനുഭവത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കും. എന്നെ തടയാനോ തുരത്താനോ നിങ്ങൾക്ക് കഴിയില്ലരായപ്പാ. കാരണം എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ അച്ചാരം വാങ്ങിയിട്ടുണ്ട്. അത് മക്കൾക്കുള്ള അച്ചാരമാവാതിരിക്കാൻ നന്നായിട്ടൊന്ന് ചിന്തിക്കുക. നേരെ ഇത്രയായിട്ട് അവളൊന്നും വിളിച്ചില്ലല്ലോ. മൂന്നാറെന്നല്ലാതെ പോയ സ്ഥലത്തെപ്പറ്റി ഒരു വിവരവും പറഞ്ഞിട്ടില്ല. ആ ചേച്ചിയാ? ആണോ? ഹലോ ചേച്ചി. മോളെ, ചേച്ചി എന്താ വിളിക്കാതിരുന്നേ? ഇവിടെ എല്ലാവർക്കും ടെൻഷനായി. ഇന്ന് തന്നെ ജോയിൻ ചെയ്തു മോളെ. അതിന്റെ തിരക്കിലായിപ്പോയി. ആ ചേച്ചി ഇപ്പൊ എവിടെയാ? കമ്പനി വക ക്വാർട്ടേഴ്സിലാ മോളെ. ഹോസ്റ്റലൊന്നും അന്വേഷിക്കേണ്ടി വന്നില്ല. കമ്പനിയിലെ എല്ലാവരും ഇവിടെയാ താമസിക്കുന്നത്. ചേച്ചിയുടെ കൂടെ ആരൊക്കെയുണ്ട്? ഞങ്ങള് 3 പേരുണ്ട്. എല്ലാ സൗകര്യമുള്ള മുറിയാ. അത് കേട്ടാ മതി. പിന്നെ നല്ല തണുപ്പാ ഇവിടെ. റൂമിലെത്തിയിട്ട് വിളിക്കാന്ന് വെച്ചിട്ടാ വൈകിയത്. ആ, കുഞ്ഞമ്മയോടും അമ്പിളിയോടും പറയണം എനിക്കിവിടെ സുഖാണെന്ന്. ചിറ്റപ്പം വന്നില്ലേ? ആ, അച്ചുവേച്ചി പോയത് നല്ല സമയത്താ. അതെന്താ? ആ ചെവളെങ്ങാനും വീട്ടിൽ വന്നോ? വന്നു. എന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാ പോയത്. ഞാനവിടെ ഇല്ലാന്ന് മനസ്സിലാവുമ്പോ അയാൾ പോവും. എങ്കിലും നിങ്ങളൊന്ന് സൂക്ഷിക്കണേ. ഇനിയും പലരും എന്നെ തേടി വരും. ഞാനിവിടെ ഉണ്ടെന്ന് ആരോടും പറയില്ലേ മോളെ? ഞങ്ങൾ പറയുന്ന ചേച്ചി കരുതുന്നുണ്ടോ? മതി സംസാരിച്ചത്. ഫോണിങ്ങതാ. മോളെ അമ്പിളി. അച്ചുവേച്ചി, ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പറ അച്ചുവേച്ചി, അവിടുത്തെ വിശേഷങ്ങള്.
അമ്പിളി, മോനെ, ഞാനെന്റെ മോനെ കണ്ടു. ഞാൻ എത്തുമ്പോ അവൻ വലിയ കരച്ചിലായിരുന്നു. അവന്റെ അച്ഛൻ പോയ സങ്കടം കൊണ്ട്. ഞാൻ കയ്യിലെടുത്തിട്ടാ കരച്ചിൽ നിർത്തിയത്. എന്നെ അവൻ തിരിച്ചറിഞ്ഞു മോളെ. പിന്നെ ഞാനവന് പാല് കൊടുത്തു. അച്ചുവച്ചിക്കിനി മരിച്ചാലും വേണ്ടില്ല മോളെ. അങ്ങനൊന്നും പറയല്ലേ. മോൻ ഉണർന്ന് കരയുന്നുണ്ട് മോളെ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. നാളെ വിളിക്കണേ. വിളിക്കാം മോളെ. കരയില്ലേടാ മോനെ, അമ്മ ഇപ്പൊ വരാം. ആലീസാണോ? കേറി വാ. ആലീസ് കിടന്നിട്ടുണ്ടെന്നാ ഞാൻ കരുതിയത്. കരയില്ലേടാ മോനെ, എന്റെടാ. ഓ ഓ ഓ ഓ ഓ വേണ്ട വേണ്ട. വൈകിട്ട് പാല് കുടിച്ചില്ല, വിശന്ന് കാണും. ഓ കരയില്ലേ? ആലീസ് ഒരു കാര്യം ചെയ്യും, ആ പാലെടുത്ത് അവന് കൊടുക്കുക. എനിക്ക് അത്യാവശ്യമായിട്ടൊരു മെയിൽ അയക്കാനുണ്ട്. ഡെലിവറി കഴിഞ്ഞ് 3-4 ആഴ്ച മുലപ്പാലുണ്ടായിരുന്നു. പിന്നെ അത് കുറഞ്ഞു വന്നു. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? മുലപ്പാല് കിട്ടാതെ വന്നപ്പോൾ തുടങ്ങിയ വാശി അവൻ തീർക്കുന്ന ഇപ്പം ഇങ്ങനെ. ആലീസ് പുറത്തേക്ക് കൊണ്ടുപോയിക്കോ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കേസിന്റെ ഡീറ്റെയിൽസ് അയക്കാനുണ്ട്. സ്നേഹയെ അത് നോക്കുന്നത്. മോനെ ഞാൻ കൊണ്ടുപോയി ഉറക്കാം. ശരി. എങ്ങനെയെങ്കിലും ഇവൻ പാലകത്താക്കണം, ഇല്ലെങ്കിൽ രാത്രി ഇവൻ നമുക്ക് പണി തരും. ഓ ഓ ഓ കരയില്ലേ കരയില്ലേ, ചക്കരയല്ലേ, അവന്റെ പൊന്നു മോനല്ലേ, കരയില്ലേടാ. കരയില്ലേടാ കണ്ണ, അമ്മ ഇപ്പൊ മാമ തരാട്ടോ. ഓ വേണ്ട വേണ്ട വേണ്ട, കരയില്ലേ, തരാലോ. അവന്റെ കരച്ചിൽ നിന്നല്ലോ. ആലീസ് വന്നില്ലെങ്കിൽ എന്താവുമായിരുന്നു എൻ്റെ അവസ്ഥ? ഞാൻ ചെയ്യുന്നൊന്നും അവന് തൃപ്തി വരാഞ്ഞിട്ടാണോ? ആലീസ് അവൻ ആരുമല്ല, ഇന്ന് ജോലിക്ക് വന്നൊരു സ്ത്രീ. പക്ഷേ അവളുടെ മുഖത്തൊരു ദയവായ്പുണ്ട്. ആൻറ്റി പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ ആകർഷിക്കുന്ന എന്തോ ഒന്ന് ആലീസിലുണ്ട്. എന്റെ മാമേ, എന്റെടാ കണ്ണ, എന്ത് വേണം? ചിരിച്ചു വേണം, എന്ത് വേണ്ടേ? കള്ളച്ചെറുക്ക, വയറ് നിറഞ്ഞിട്ട് ഉറങ്ങാൻ വയ്യ അല്ലേ? അമ്മ ഇപ്പൊ വരാട്ടോ.
വാ 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 വാ. മോനെന്നേ അമ്മയ്ക്കൊപ്പം ഉറങ്ങി കേട്ടോ. എന്റെ പിന്നെ എന്റെ ചിരിച്ചിട്ട് ഓ ചക്കര. മോൻ ഉറങ്ങിയില്ലേ ഇതുവരെ? ഇടയ്ക്കൊന്ന് മയങ്ങിയതാ, പിന്നെ ഉണർന്നു. ആ, പാല് മുഴുവൻ കുടിച്ചല്ലോ. കുടിച്ചു. ആ, എന്നാ ഞാൻ റൂമിൽ കൊണ്ടുപോയി കിടത്താം. ഇങ്ങതാ. അല്ല, ഇവിടെ കിടന്നോട്ടെ. വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇങ്ങതാ, കുഴപ്പമില്ല. ഇങ്ങതാ. ധീരന